ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഒരു ഓഫർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ക്യാൻവ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനാദ്യം ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കുക. അതിൽ സോഷ്യൽ മീഡിയ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ക്വയർ ഓപ്പൺ ആയിട്ട് വരും. ദെൻ നമ്മൾ എലമെൻറ്റ്സ് പോയിട്ട് ഓണം എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഓണത്തിൻ്റെ ഓഫറാണ് ഇടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഓണം എന്ന് സെർച്ച് ചെയ്യുന്നത്. ഇനിയിപ്പം അങ്ങനത്തെ ഒരു തീമൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എലമെൻറ്റ്സ് പോയിട്ട് എന്തെങ്കിലും ഈ ബോഹോ അസ്തെറ്റിക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റിക്കർ ഇവിടെ സെലക്ട് ചെയ്ത് അതിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓണം സ്പെഷ്യൽ ഓഫർ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇതിപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും ആക്കാം. ഇതിപ്പോൾ ഓണം ആയതുകൊണ്ടാണല്ലോ ഞാൻ ഓണം എന്ന് കൊടുത്തത്. നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറിന് മാത്രമായിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ എന്താണോ തീം അതിനനുസരിച്ച് കൊടുത്താൽ മതി. ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അട്രാക്റ്റീവായിട്ടുള്ള ടെക്സ്റ്റ് കൊടുക്കണം. ടെക്സ്റ്റിന് ഫോണ്ട് കൊടുക്കണം. ചിലതൊക്കെ എന്താ പറയുക, പെട്ടെന്ന് തന്നെ നമ്മളെ ക്യാച്ചി ആയിട്ടുള്ളതായിരിക്കില്ല. ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്തത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. ഒരു ബോൾഡൊക്കെ ആയിട്ടുള്ളൊരു ഫോണ്ടാണല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമേജ് വേണം. അപ്പം ഞാനത് പിൻട്രസ്റ്റ് പോയിട്ടാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ ഓണം തീം ബാക്ക്ഗ്രൗണ്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ കുറേ ബാക്ക്ഗ്രൗണ്ട് കാണാം. അപ്പോൾ അതിലേറ്റവും നന്നായിട്ട് നമുക്ക് തോന്നുന്നത് എടുത്താൽ മതി. ഇതിൽ കുറേ ബ്രൈറ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്, ഒരു കണ്ണ് കുത്തുന്ന മാതിരിയുള്ള. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമ്മളെ എന്താ പറയുക, ഒരു അട്രാക്റ്റീവായിട്ട് തോന്നില്ല, കണ്ണ് കുത്തുന്ന രീതിയിലുള്ളത്. അപ്പം നമുക്ക് അതിലേക്ക് നോക്കാനുള്ള ഒരു ഇത് തന്നെ ഉണ്ടാവില്ല. അപ്പം അത്രയൊരു കളർ ഇല്ലാത്തത് സെലക്ട് ചെയ്യണം. ഞാനിവിടെ ഈ ഒരു തീം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവയിൽ പോയിട്ട് ഇത് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് അപ്ലോഡ്സ് പോയിട്ട് നമ്മുടെ ആ പിക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിലേക്ക് അത് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുന്ന നേരം മുകളിൽ കാണുന്ന ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ നമ്മളിപ്പോൾ പ്ലേസ് ചെയ്ത പിക്ക് ഏറ്റവും ബോട്ടമിലേക്ക് ആക്കാൻ പറ്റും. എന്നിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി താഴത്തുള്ള ഓപ്ഷൻസിൽ പോയിട്ട് ട്രാൻസ്പാരൻസി ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ ട്രാൻസ്പാരൻസി ഒന്ന് കുറച്ച് കൊടുക്കുക. കാരണം ഒരു ഓവർ ബ്രൈറ്റായി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഞാൻ ആ ടെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ എന്തൊക്കെയാണ് ഓഫർ കൊടുക്കുന്നത് അതിൻ്റെ ലിസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഫ്രെയിംസ്, പോളറോയിഡ്സ് ഒക്കെയാണ് ഞാനിത് ഈ ഓഫറിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പം ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡിങ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ താഴത്തെ ഫ്രെയിമിൻ്റെ സൈസുകൾ A3, A4, A5 ആൻഡ് മിനി ഫ്രെയിമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ ഫോണ്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ്. കാരണം എല്ലാം ഒരേ ഫോണ്ടിലായാലും അതിന് ആ ഒരു അട്രാക്ഷൻ അങ്ങ് പോയി പോകും. അതുകൊണ്ട് ഇതിന് ഞാൻ വേറെ ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആപ്റ്റായിട്ടുള്ളൊരു ഫോണ്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഇതേപോലെ തന്നെ അതിൻ്റെ റേറ്റും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ആദ്യത്തെ റേറ്റും പുതിയ റേറ്റും, അതായത് ഓഫർ റേറ്റും രണ്ടും കൊടുക്കുന്നുണ്ട്. ദെൻ എലമെൻറ്റ്സ് പോയിട്ട് റെഡ് ക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പഴയ റേറ്റിൻ്റെ മുകളിൽ ഒരു ഇൻറ്റു മാർക്ക് കൊടുത്തിട്ട് പുതിയ റേറ്റ് സൈഡിൽ കൊടുക്കുക. ആ ഒരു ഇതാണ് ഞാനിവിടെ കൊടുത്തത്. അപ്പോൾ അതുപോലെ എല്ലാത്തിനും ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഐറ്റംസൊക്കെ അടിച്ചു കൊടുക്കാം. ഇനി ഞാൻ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഫ്രെയിം ഒരു സെക്ഷൻ, പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു സെക്ഷൻ. അതിൽ റിംഗ് ആൽബംസ് ആണ്. പിന്നെ റിംഗ് ആൽബംസ് മാത്രമല്ല മിനി ഫ്ലവർ ബൊക്കെയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റിംഗ് ആൽബം എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓഫർ കൊടുക്കുന്നത് പോളറോയിഡ്സ് ആണ്.
പോളറോയിഡ്സ് 2 ഉണ്ട്, ഒന്ന് നോർമൽ പിന്നെ മിനി. അപ്പോൾ 2 ഞാൻ ഓഫർ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഏറ്റവും മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പേജ്, അതായത് ക്രാഫ്റ്റ് പേജ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കണം താഴത്ത്. അതുപോലെ വാട്സപ്പിൽ ഉള്ള നമ്പർ ഒന്ന് കൊടുക്കണം. ചിലപ്പോൾ എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറും ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇനി പിൻട്രസ്റ്റ് പോയിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐക്കൺ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ക്യാൻവയിലുണ്ട്, പക്ഷേ അത് കറക്റ്റ് ഇൻസ്റ്റഗ്രാം ലോഗോ അല്ല. പിന്നെ കറക്റ്റ് കിട്ടണമെങ്കിൽ പെയ്ഡ് ചെയ്യുകയും വേണം. അപ്പോൾ അതിൽ നല്ലത് പിൻട്രസ്റ്റിൽ വന്നിട്ട് ഇൻസ്റ്റഗ്രാം ലോഗോ എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് കുറേ ലോഗോസ് കാണാം. അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ദെൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ക്യാൻവയിൽ കൊണ്ടുവച്ച് പേസ്റ്റ് ചെയ്താൽ മതി. ഐഫോൺ ആവുന്നേരം ഗാലറിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ക്യാൻവയിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കോപ്പി ചെയ്തിട്ട് ക്യാൻവയിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പം ഗാലറിയിൽ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ഫൈനലായി. ഞാനതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് മൊത്തമായിട്ട് ഓവറായിപ്പോയോ എന്നുള്ളൊരു സംശയം വന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ തെറ്റ് കൊടുത്തിട്ടില്ല. അതായത് ഫസ്റ്റത്തെ പ്രൈസിൽ കൊടുത്ത് അതിന് ഒരു ഇൻറ്റു മാർക്ക് കൊടുത്ത് പിന്നെ ആണല്ലോ ഞാൻ ന്യൂ ഓഫർ പ്രൈസ് കൊടുത്തത്. അതൊന്ന് മാറ്റിയിട്ട് ഓഫർ പ്രൈസ് മാത്രം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്